ഡ്യൂട്ടീസ് ഓഫ് ആൻ ഓഡിറ്റർ. ഡ്യൂട്ടീസ് ഓഫ് ആൻ ഓഡിറ്റർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് 3 പോയിൻറ്റ്സ് ആയിട്ടാണ്. ആദ്യത്തേതാണ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ്, രണ്ടാമത്തേതാണ് ഡ്യൂട്ടീസ് അണ്ടർ ദ കോമൺ ലോ, മൂന്നാമത്തേതാണ് അതർ ഡ്യൂട്ടീസ്. അങ്ങനെ 3 ഡ്യൂട്ടീസാണ് ഇവിടെ മെയിനായിട്ട് ഓഡിറ്റർക്കുള്ളത്. ഓക്കെ, ഇപ്പോൾ ഒരു കമ്പനി ഓഡിറ്ററിനെ സംബന്ധിച്ച് അയാൾക്ക് 3 ഡ്യൂട്ടീസ്: സ്റ്റാറ്റ്യൂട്ടറി, കോമൺ ലോ, അതർ ഡ്യൂട്ടീസ്. അപ്പോൾ ആദ്യത്തേതാണ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ്. അതിൻ്റെ ഉള്ളിൽ 10 പോയിൻറ്റ്സ് ആണുള്ളത്. രണ്ടാമത്തത് കോമൺ ലോ പ്രകാരമുള്ള ഡ്യൂട്ടീസ് 4 എണ്ണം, അതർ ഡ്യൂട്ടീസ് 2 എണ്ണം. അപ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടലായിട്ട് എത്ര ഡ്യൂട്ടീസ് ഉണ്ട്? 16 ആണ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ 16 ഡ്യൂട്ടീസാണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഓരോ ഡ്യൂട്ടീസായിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഡ്യൂട്ടി ഏതാണ്? ആദ്യത്തെ ഡ്യൂട്ടിയാണ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് ആണ്. സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസിൽ ആദ്യത്തേതാണ് ഡ്യൂട്ടി ടു റിപ്പോർട്ട് ടു ദ മെമ്പേഴ്സ്. അപ്പോൾ ഓഡിറ്റർ The auditor shall make a report to the members of the company on accounts and financial statements examined by him. എന്താ പറഞ്ഞിട്ടുള്ളത്? ഓഡിറ്റർ അവരുടെ മെമ്പേഴ്സ് കമ്പനീൻ്റെ മെമ്പേഴ്സിന് റിപ്പോർട്ട് എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. ആ റിപ്പോർട്ടിൻ്റെ അകത്ത് മെയിനായിട്ട് വേണ്ടത് 2 കാര്യങ്ങളാണ്. ആ 2 എണ്ണം ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അക്കൗണ്ട്സ്, പിന്നെ രണ്ടാമത്തത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ്. ഏതൊക്കെയാണ് വേണ്ടത്? ഒന്ന് അക്കൗണ്ട്സ്, പിന്നെ ഒന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഈ 2 കാര്യമാണ് റിപ്പോർട്ടിൽ വേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞിട്ടുള്ളത്. ദ ഓഡിറ്റർ ഷാൽ മേക്ക് എ റിപ്പോർട്ട് ടു ദ മെമ്പേഴ്സ്. ആർക്ക്? ഓഡിറ്റർ എന്ത് ചെയ്യുന്നു? മെമ്പേഴ്സിന് റിപ്പോർട്ട് കൊടുത്തിരിക്കണം. അതിൽ 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് അക്കൗണ്ട്സും പിന്നെ ഒന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ഈ ഓഡിറ്റർ നോക്കിയത്. ഓക്കെ, അപ്പോൾ ഓഡിറ്റർ നോക്കിയ ഈ റിപ്പോർട്ടാണ് മെമ്പേഴ്സിന് ഇയാൾ കൊടുക്കുന്നത്. ഇനി ദ റിപ്പോർട്ട് ഷാൾ സ്റ്റേറ്റ്. ഇപ്പോൾ റിപ്പോർട്ടിൻ്റെ അകത്ത് അത്യാവശ്യമായിട്ടുള്ള 3 കാര്യങ്ങളാണ് മെയിനായിട്ട് പറഞ്ഞിരിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം പറഞ്ഞത് whether he has sought and obtained all necessary information and explanation. അപ്പോൾ ഈ കാര്യം പറയുന്ന ഈ കാര്യം ഞാൻ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേറൊരു രീതി പറയാം. നമ്മൾ റൈറ്റ് പഠിക്കുമ്പം അതിൽ പറഞ്ഞൊരു കാര്യമാണ് റൈറ്റ് ടു ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ. റൈറ്റ് ടു ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ. ഓർമ്മയുണ്ടോ? റൈറ്റ് ടു ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ. അപ്പം അതിലെന്താ പറഞ്ഞിട്ടുള്ളത്? ഇപ്പം ഓഡിറ്റർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ എടുക്കുക, അതുപോലെ തന്നെ ഓഫീസർ എടുക്കുക, കമ്പനീൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ എടുക്കുക, അല്ലെങ്കിൽ ഓഫീസർ എടുക്കുക. ഏതെങ്കിലും തരത്തിലെ ഇൻഫർമേഷനോ എക്സ്പ്ലനേഷനോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഓഡിറ്റർക്ക് ഡൗട്ട് വരുന്ന സമയത്ത് ഏതെങ്കിലും കാര്യത്തിനെ കുറിച്ചിട്ട് എക്സ്പ്ലനേഷനോ ഇൻഫർമേഷനോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഡ്യൂട്ടിയാണ്, ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ ഓഫീസറുടെ ഡ്യൂട്ടിയാണ് അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അല്ലേ? അത് നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യമാണ്. അപ്പം അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ അതെന്ത് ചെയ്യണം? ഈ റിപ്പോർട്ടിൽ പ്രത്യേകം മെൻഷൻ ചെയ്യണം. അപ്പം അതാ പറഞ്ഞത് whether he has sought and obtained all necessary information and explanation. ആ ഓഡിറ്റർക്ക് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ എടുക്കുകയും അതുപോലെ തന്നെ ഓഫീസർ അടിക്കും എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചിട്ട് അതിന് ഇൻഫർമേഷനും എക്സ്പ്ലനേഷനും കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഓക്കെ, അപ്പോൾ അത് കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? പ്രത്യേക ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കണം. അപ്പം അതിൻ്റെ ഡീറ്റെയിലാണ് അവിടെ ഒന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തത് ഇൻഫർമേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ. ഇനി രണ്ടാമത്തത് വെദർ പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഹാസ് ബീൻ കെപ്റ്റ്. എന്താ പറഞ്ഞേ? ബുക്സ് ഓഫ് അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് റിപ്പോർട്ടിൽ കാണിച്ചിരിക്കണം. ഇനി മൂന്നാമത്തത് whether company's balance sheet and profit and loss account are in agreement with books of accounts. അപ്പോൾ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും കമ്പനീൻ്റെ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും തമ്മിൽ സെയിം ആണോ എന്നുള്ളത് നോക്കുക. കാരണം എൻട്രീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാം. ചില സമയത്ത്
ഈ അക്കൗണ്ടൻസും കാര്യങ്ങളൊക്കെ അവരെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അല്ല അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാക്കേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കള്ളത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവാം അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക. അപ്പം അതാ പറഞ്ഞത് ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആർ കറക്റ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പം ഇത്രയാണ് ഒന്നാമത്തെ ഡ്യൂട്ടി ടു റിപ്പോർട്ട് ടു ദ മെമ്പേഴ്സിൽ വരുന്നത്. അപ്പോൾ റിപ്പോർട്ടിൽ ഏതൊക്കെയാണ് കാണിക്കേണ്ടത്? ഇൻഫർമേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കറക്റ്റ് ആണോ എന്നുള്ളത്, ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഒക്കെ കറക്റ്റ് ആണെന്നുള്ളത് ഈ ഒന്നാമത്തെ ഡ്യൂട്ടി ടു റിപ്പോർട്ട് ടു ദ മെമ്പേഴ്സിൽ ആ റിപ്പോർട്ടിൽ കാണിച്ചിരിക്കണം. ഇനി ബ്ലൂവിനെ കൊണ്ട് അണ്ടർലൈൻ ചെയ്തിട്ടില്ലേ, ആ കാര്യം പ്രത്യേകം അവിടെ നോട്ടിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റും പോയിൻറ്റ്സ്. പിന്നെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ആ പോയിൻറ്റ്സിൻ്റെ അർത്ഥം നോക്കിയിട്ട് മാറ്റിയാൽ മതിയല്ലോ. അപ്പോൾ അത് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ ഡ്യൂട്ടിയിലോട്ടേക്ക് പോവാം. സ്റ്റാറ്റ്യൂട്ടറിയിലെ രണ്ടാമത്തെ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസിൽ രണ്ടാമത്തതാണ് ഡ്യൂട്ടി ടു എൻക്വയർ. ഡ്യൂട്ടി ടു എൻക്വയർ. പിന്നെ നമുക്ക് ഡ്യൂട്ടി ടു എൻക്വയർ നോക്കാം. ഡ്യൂട്ടി ടു എൻക്വയർ. ഡ്യൂട്ടി ടു എൻക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻക്വയറി ചെയ്യണം ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സിൽ, ഒന്ന് ചെക്കൗട്ട് ചെയ്യുക ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ്. ഓക്കെ, അതിനെയാണ് ഡ്യൂട്ടി ടു എൻക്വയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റേഴ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ഒന്നാമത്തെ കാര്യം എന്താ പറയുന്നത്? ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആണ് ഒന്നാമത്തെ കാര്യം പറയുന്നത്. ഓക്കെ, ഈ ലോൺസ് ആൻഡ് അഡ്വാൻസസിൻ്റെ കാര്യം പറയുന്ന സമയത്ത് പ്രത്യേകം അവിടെ നോക്കേണ്ടത് ഈ ഒന്നാമത്തെ പോയിൻ്റാണ്. ഈ ഒന്നാമത്തെ പോയിന്റിൽ പ്രത്യേകം അവിടെ പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് പറയുന്നത് ലോൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് സെക്യൂർഡ് ആണോ എന്നുള്ളത് നോക്കുക. എന്താ പറയുന്നത്? ലോൺസും കാര്യങ്ങളൊക്കെ കൊടുത്തത് സെക്യൂർഡ് ആണോ എന്നുള്ളത്. കാരണം നമുക്ക് ഫ്രീ ആയിട്ടായിരിക്കും വെറുതെ, നമുക്കറിയാം മറ്റുള്ള കമ്പനീസിന് അല്ലെങ്കിൽ ആൾക്കാർക്ക് നമ്മൾ ലോൺ കൊടുക്കുന്ന സമയത്ത് ഫ്രീ ആയിട്ടാണോ നമ്മൾ ലോൺ കൊടുക്കുന്നത്? അല്ല, അതിൻ്റേതായ കൊളാട്രൽ സെക്യൂരിറ്റി വേണം അല്ലേ. അപ്പോൾ ആ കൊളാട്രൽ സെക്യൂരിറ്റി കിട്ടിയോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അപ്പോൾ അതാ പറയുന്നത് സെക്യൂർഡ് ആണോ എന്നുള്ളത് നോക്കണമെന്ന്. ഇനി രണ്ടാമത് അതിൻ്റെ അകത്ത് പറയുന്നത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടാവും കമ്പനീൻ്റെ. അപ്പം അതൊക്കെ വെച്ചിട്ടാണോ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഒക്കെ എടുത്തിട്ടുള്ളത് എന്നുള്ളത്, വാങ്ങിയിട്ടുള്ളത് എന്നുള്ളത് ഒക്കെ എന്ത് ചെയ്യണം? നോക്കണം. ഓക്കെ, അപ്പം ലോൺസ് ആൻഡ് അഡ്വാൻസസും കാര്യങ്ങളും ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അത് എന്താണ് കമ്പനി പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെയാണോ നടന്നിട്ടുള്ളത് നോക്കുക. ഇനി മൂന്നാമത്തത് പറയുന്നത് പ്രെജുഡിസ് അല്ലാലോ എന്നുള്ളത് നോക്കുക. അപ്പോൾ അതിൻ്റെ മീനിങ് ഞാൻ പറയാം. ഇതാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ഒന്ന് പറയുന്നത് സെക്യൂർഡ് ആണോ എന്നുള്ളത് നോക്കുക. കൊളാട്രൽ സെക്യൂരിറ്റി ഒക്കെ ലോൺസിൻ്റെ മുകളിലൊക്കെ ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. രണ്ടാമത് പറയുന്നത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രകാരമാണോ ലോൺസ് ആൻഡ് അഡ്വാൻസസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നുള്ളത് നോക്കുക. മൂന്നാമത്തത് പറയുന്നത് പ്രെജുഡിസ് അല്ലാലോ എന്നുള്ളതും നോക്കണം, ഉറപ്പുവരുത്തണം. ഈ മൂന്ന് കാര്യമാണ് ഇതിൽ ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. അപ്പം മൂന്ന് കാര്യങ്ങൾ അവിടെ മാർക്ക് ചെയ്ത പെൻസിലിനെ കൊണ്ട്. രണ്ടാമത്തത് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആണ്. അതിൽ ഈ മൂന്ന് ഡ്യൂട്ടി ടു എൻക്വയർ ആണ് രണ്ടാമത്തെ പോയിന്റ്. അതിൽ ഒന്നാമത്തെ പോയിന്റ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം കമ്പനി ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് സെക്യൂർഡ് ആണോ നോക്കുക, ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രകാരമാണോ ചെയ്തിട്ടുള്ളത് നോക്കുക. മൂന്നാമത്തത് പ്രെജുഡിക്കൽ അല്ലാലോ എന്നുള്ളതും നോക്കണം. പ്രെജുഡിക്കൽ അല്ലാലോ എന്നുള്ളത് നോക്കണം. അപ്പം എന്താ ഈ പ്രെജുഡിക്കൽ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയാം. അതായത് നമുക്കറിയാം ഈ കമ്പനി പൊതുവേ അവരെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ലോണ് കൊടുക്കുമ്പം അതിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യുന്നത് 15% അല്ലെങ്കിൽ 16% അങ്ങനെയൊക്കെ ആയിരിക്കും അവർ കൊടുക്കുന്നുണ്ടാവുക. പക്ഷേ ചില സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ലോണെല്ലാം 1%, 2%-ലെല്ലാം കൊടുത്തിട്ടുള്ളത്. അത് ആർക്കായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? ഈ ഡയറക്ടേഴ്സിനും കമ്പനിയുടെ ഡയറക്ടേഴ്സും ഒക്കെ ഉണ്ടാവും. എല്ലാം കഴിഞ്ഞാൽ അവിടുത്തെ ഓഫീസേഴ്സിൻ്റെ
ബന്ധുക്കൾക്ക്, അവരെ അടുത്തുള്ള ആൾക്കാർക്ക് ഉണ്ടാവില്ലേ, അവർക്ക് ഈ 1% 2%എല്ലാം ഉള്ളിലൂടെ അവർ കൊടുത്തിട്ടുണ്ടാവും ചില സമയത്ത്. അപ്പം അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതാർക്കാ നഷ്ടം ഉണ്ടാവുക? കമ്പനീൻ്റെ ഓണേഴ്സ്, ഷെയർ ഹോൾഡേഴ്സിന് അത് ഭയങ്കര നഷ്ടമായിരിക്കും അല്ലേ? അപ്പം അങ്ങനത്തെ കള്ളത്തരങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് നോക്കണം. അപ്പം അതാണ് പറഞ്ഞത് പ്രജുഡിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചായ്വ് ഉണ്ടാകുന്നതിന്, നമുക്കിഷ്ടപ്പെട്ട ആൾക്കാരോട് ഒരു ചായ്വ് ഉണ്ടാകുന്നതിനെയാണ് പ്രജുഡിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കമ്പനിക്ക് അറിയുന്ന ആൾക്കാരോട് അവരെന്ത് ചെയ്യുന്നു, ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോണും കാര്യങ്ങളും കൊടുക്കുക. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ തെറ്റല്ലേ? അപ്പം അതാണ് മൂന്നാമത്തെ പോയിന്റ്, അതിൻ്റെ അകത്തുള്ള മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആണ് പറഞ്ഞത്. അതിൽ 3 കാര്യങ്ങൾ. ഒന്ന് സെക്യൂർഡ്, രണ്ടാമത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പാലിച്ചിട്ടുണ്ടോ, മൂന്നാമത്തെ പ്രജുഡിക്കൽ അല്ലാലോ എന്ന്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റ് നോക്കാം. വെദർ ട്രാൻസാക്ഷൻസ് ഓഫ് ദ കമ്പനി വിച്ച് ആർ റെപ്രസെൻറ്റഡ് മിയർലി ബൈ ബുക്സ് എൻട്രീസ് ആർ പ്രജുഡിക്കൽ ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി. ഇതിലും അതുപോലെ തന്നെയാണ് പറയുന്നത്. ട്രാൻസാക്ഷൻസ് ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക. വേറെ ഏതെങ്കിലും പാർട്ടീൻ്റെ ഇൻട്രസ്റ്റ്, അതായത് കമ്പനിയിൽ വേറെ ഏതെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പാർട്ടീസ് ഉണ്ടാകും. അവരെ ഇഷ്ടത്തിനനുസരിച്ച് അക്കൗണ്ട്സും കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ലല്ലോ, ട്രാൻസാക്ഷൻസ് ഒക്കെ കറക്റ്റാണെന്നുള്ളത് നോക്കുക. അപ്പോൾ അതാ പറയുന്നത്, വെദർ ട്രാൻസാക്ഷൻസ് ഓഫ് ദ കമ്പനി ഈസ് കറക്റ്റ് ആൻഡ് ദേ ആർ നോട്ട് ചേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ദ പ്രജുഡിക്കൽ ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഒന്നാമത്തത് ലോൺസ് ആൻഡ് അഡ്വാൻസസ്, രണ്ടാമത്തത് ട്രാൻസാക്ഷൻസ്. ഇനി മൂന്നാമത്തത് വീണ്ടും ലോൺസ് ആൻഡ് അഡ്വാൻസസിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. വെദർ ലോൺസ് ആൻഡ് അഡ്വാൻസസ് മെയ്ഡ് ബൈ ദ കമ്പനി ഹാവ് ബീൻ ഷോൺ ഓൺ ഡെപ്പോസിറ്റ്സ്. അപ്പോൾ ലോൺസ് ആൻഡ് അഡ്വാൻസസ് കാണിച്ചത് ഏതിൻ്റെ ഉള്ളിൽ തന്നെ ആവണം? ഡെപ്പോസിറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണോ കാണിച്ചിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെയാണ് അടുത്ത പോയിന്റും പറയുന്നത്. വെദർ പേഴ്സണൽ എക്സ്പെൻസസ് ഹാവ് ബീൻ ചാർജ്ഡ് ടു റവന്യൂ അക്കൗണ്ട്. പേഴ്സണൽ എക്സ്പെൻസസ് ഒക്കെ റവന്യൂ ആയിട്ട് തന്നെയാണോ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് ചെക്ക് ചെയ്യണം. അടുത്തത് ലാസ്റ്റത്തെ പോയിന്റ്. ഇതിൽ 5 പോയിൻറ്റ്സ് ആണ് ഉള്ളത്. അതിൻ്റെ അകത്ത് ഇനി ലാസ്റ്റത്തെ പോയിൻ്റാണ് പറയുന്നത്. ഇതിൽ പറയുന്നത് ഷെയറിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഷെയർസ് അതിൽ ഒരു വലിയ സെൻറ്റൻസ് ആണ് അല്ലേ. അതിൽ മെയിനായിട്ട് എന്താ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷെയർസ് കമ്പനി അലോട്ട് ചെയ്യുമ്പോൾ ക്യാഷ് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ഷെയർസ് കമ്പനി അലോട്ട് ചെയ്യുമ്പോൾ ക്യാഷ് കിട്ടിയിട്ടുണ്ടാവും. അതവർ ക്യാഷ് രജിസ്റ്ററിൽ കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഓക്കെ, അപ്പോൾ ക്യാഷ് കമ്പനി ഷെയർസ് കമ്പനി അലോട്ട് ചെയ്ത സമയത്ത് ക്യാഷ് കിട്ടിയിട്ടുണ്ടാകും. അത് ക്യാഷ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ഇപ്പോൾ ഒന്നാമത്തെ എന്താ പറഞ്ഞത്? ക്യാഷ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ അതിൽ പറയുന്നത് ബാലൻസ് ഷീറ്റിൽ ഇതിൻ്റെ എമൗണ്ട് കാണിച്ചത് കറക്റ്റാണോ എന്നുള്ളത് നോക്കണം. ബാലൻസ് ഷീറ്റിൽ ഈ പോയിൻറ്റിൻ്റെയാണ് എക്സ്പ്ലനേഷൻ പറയുന്നത്. ബാലൻസ് ഷീറ്റിൽ എമൗണ്ട് രേഖപ്പെടുത്തിയത് കറക്റ്റ് തന്നെയാണെന്നുള്ളത് നോക്കണം. ഇനി പിന്നെ ഇതിൽ പറയുന്നത് മൂന്നാമത്തെ കാര്യം, ക്യാഷ് തന്നിട്ടില്ലെങ്കിൽ, ഷെയർസ് അലോട്ട് ചെയ്ത സമയത്ത് ക്യാഷ് തന്നിട്ടില്ലെങ്കിൽ, ക്യാഷ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, അതേതാണെന്നുള്ളത് ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്കെ, ഇത്രയാണ് ആ ഒരു പോയിന്റിൽ പറയുന്നത്. അപ്പം അതിൻ്റെ മീനിങ് കിട്ടിയിട്ടില്ലെങ്കിൽ നോട്ടിലവിടെ എഴുതി വെക്കണം. എനിക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതിയാലും മതി. അപ്പോൾ എന്താ പറഞ്ഞത്? ഷെയർ അലോട്ട്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളത്. അതിലൊന്നാമത്തെ കാര്യം പറഞ്ഞത് ക്യാഷ് രജിസ്റ്ററിൽ അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളും ക്യാഷ് രജിസ്റ്ററിൽ എമൗണ്ടും കാര്യങ്ങളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. പിന്നെ അവിടെ പറയുന്നത് ബാലൻസ് ഷീറ്റിൽ കറക്റ്റ് എമൗണ്ട് തന്നെയാണോ കൊടുത്തിട്ടുള്ളത് നോക്കണം. പിന്നെ ക്യാഷ് അല്ല തന്നതെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പേയ്മെൻറ്റ് കമ്പനിക്ക് കിട്ടിയിട്ടുണ്ടാകും. അത്
കിട്ടിയത് ഏതാണ് എന്നുള്ളത് കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇത്രയാണ് അതിൽ പറയുന്നത്. ഓക്കെ, ഇതോടുകൂടി നമ്മളെ രണ്ടാമത്തെ പോയിന്റ് കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ഡ്യൂട്ടി ടു കംപ്ലൈ വിത്ത് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്. ഡ്യൂട്ടി ടു കംപ്ലൈ വിത്ത് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്. ഡ്യൂട്ടി ടു കംപ്ലൈ വിത്ത് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്, ഇതിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തത് പറയുന്നത് എവരി ഓഡിറ്റർ ഷാൽ കംപ്ലൈ വിത്ത് ദ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്. എല്ലാ ഓഡിറ്ററും ഒരു ഓഡിറ്റിംഗ് കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് പ്രകാരം തന്നെയാണോ ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതാ പറഞ്ഞത് കംപ്ലൈ ചെയ്യണം. കംപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വീകരിക്കണം. ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് യൂസ് ചെയ്തിട്ട് തന്നെ ഓഡിറ്റർ എന്ത് ചെയ്യണം, എപ്പോഴും ഓഡിറ്റിംഗ് ചെയ്തിരിക്കണം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത് ദ സെൻട്രൽ ഗവൺമെൻറ് ഷാൽ നോട്ടിഫൈ സ്റ്റാൻഡേർഡ്സ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് NFRA. ഈ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. അവർ ഈ സ്റ്റാൻഡേർഡ് കൊണ്ടുവരുന്ന സമയത്ത് അത് NFRA, നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി ഉണ്ട്, അവരെ കൂടി സമീപിച്ചിട്ട് വേണം, അല്ലെങ്കിൽ അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം. അതാണ് അവിടെ നോട്ടിഫൈ കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ടുഗെദർ വിത്ത് NFRA ആണ് ഈ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞത്. ദ സെൻട്രൽ ഗവൺമെൻറ് ഷാൽ നോട്ടിഫൈ ദ സ്റ്റാൻഡേർഡ്സ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് NFRA. അല്ലാണ്ട് സെൻട്രൽ ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് എടുത്ത് പിന്നെ അതിനുശേഷം NFRAനെ കാണിച്ചു കഴിഞ്ഞാൽ അത് തെറ്റായിരിക്കും. ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡുമായിട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവർ NFRAനോട് ഈ കാര്യം കൂടി സൂചിപ്പിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി മൂന്നാമത്തത് ദ ഗവൺമെൻറ് ഷാൽ ഓൾസോ നോട്ടിഫൈ ദാറ്റ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഷാൽ ഇൻക്ലൂഡ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓൺ സച്ച് മാറ്റേഴ്സ് ആസ് നോട്ടിഫൈഡ്. ഇതിൽ പറയുന്നത് മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഓരോ കൊല്ലവും ചില സമയത്ത് പുതിയ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും കൊണ്ടുവരും. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ കാര്യം ഓഡിറ്റിങ്ങിനെ സംബന്ധിച്ച് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരും. അതായത് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ പുതുക്കുന്നുണ്ടാകും. അതുപോലെ പലതരത്തിലുള്ള നോട്ടിഫിക്കേഷൻസ് ഗവൺമെൻറ് കൊണ്ടുവരും. അപ്പം അങ്ങനത്തെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, ഓഡിറ്റർ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ കാര്യം അയാൾ ഓഡിറ്റിംഗ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നോക്കുകയും വേണം. അതാ പറഞ്ഞത് ദ ഗവൺമെൻറ് ഷാൽ ഓൾസോ നോട്ടിഫൈ ദാറ്റ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഷാൽ ഇൻക്ലൂഡ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓൺ സച്ച് മാറ്റേഴ്സ് ആസ് നോട്ടിഫൈഡ്. അപ്പോൾ ഗവൺമെൻറ് പുതിയ നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ നോട്ടിഫിക്കേഷനിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ കാര്യങ്ങൾ എവിടെയും കാണിക്കണം, ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൽ കാണിച്ചിരിക്കണം. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ കാര്യം. അപ്പോൾ മൂന്നാമത്തേൽ ഈ 3 കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കണേ. ഇനി അടുത്തത് നോക്കാം. ഡ്യൂട്ടി ടു റിപ്പോർട്ട് ഓൺ ഫ്രോഡ്. When an auditor suspects an offense involving fraud is being committed by the officers or employees of the company, he shall immediately report the matter to the central government. അപ്പം ഒരു ഓഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഓഡിറ്റർ എന്തിനാ കമ്പനിയിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് ഇതുപോലത്തെ എന്തെങ്കിലും കള്ളത്തരം ഓഫീസേഴ്സോ എംപ്ലോയീസോ ഡയറക്ടേഴ്സോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ നോക്കേണ്ടിയിട്ടല്ലേ നമ്മൾ ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫ്രോഡ് ഉണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യണം, അത് അപ്പം തന്നെ എന്ത് ചെയ്യണം, ഗവൺമെൻറ്റിനോട് റിപ്പോർട്ട് ചെയ്യണം. പിന്നെ അതായത് ഇപ്പം ഓരോ ഫ്രോഡിനും ഓരോ തരത്തിലുള്ള പണിഷ്മെൻറ്റ്സും കാര്യങ്ങളും ഓരോ രീതിയിലുമായിരിക്കും ഗവൺമെൻറ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ആ പറഞ്ഞ രീതിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കണം. അതാണ് ഇൻ സച്ച് മാനർ ആസ് ബി പ്രിസ്ക്രൈബ്ഡ് ബൈ ഗവൺമെൻറ് ലാസ്റ്റ് പറഞ്ഞത്. ഓക്കെ, ഇത് ഓർത്താൽ മതി. ഡ്യൂട്ടി ടു റിപ്പോർട്ട് ഓൺ ഫ്രോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയിലെ ഓഫീസേഴ്സോ എംപ്ലോയേഴ്സോ എന്തെങ്കിലും തരത്തിലുള്ള ഫ്രോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ ആരുടെ റിപ്പോർട്ട് ചെയ്യാം, സെൻട്രൽ ഗവൺമെൻറ് എടുക്കുക റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിറ്റർ ബാധ്യതനാണ്. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്.
അപ്പോൾ ഇതാണ് 4ാമത്തെ ഡ്യൂട്ടി. ഇനി നമുക്ക് 5ാമത്തെ ഡ്യൂട്ടിയിലോട്ടേക്ക് കിടക്കാം. ഡ്യൂട്ടി ടു സ്റ്റേറ്റ് ദ റീസൺസ് ഫോർ ക്വാളിഫൈഡ് ഓർ നെഗറ്റീവ് റിപ്പോർട്ട്. ഇതിലെന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഈ ക്വാളിഫൈഡ് അല്ലെങ്കിൽ നെഗറ്റീവ് റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് ഓഡിറ്റർ കൊടുക്കും. അത് നിങ്ങൾ ഇനി വരുന്ന ക്ലാസ്സിൽ പഠിക്കും കേട്ടോ. അപ്പം ഈ ക്വാളിഫൈഡ് അല്ലെങ്കിൽ നെഗറ്റീവ് റിപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കമ്പനീൻ്റെ ട്രൂ ആൻഡ് ഫെയർ അല്ലെങ്കിൽ അങ്ങനത്തെ സമയത്താണ് ഈ ക്വാളിഫൈഡ് അല്ലെങ്കിൽ നെഗറ്റീവ് റിപ്പോർട്ട് കൊടുക്കുന്നത്. എപ്പോഴാണ് കൊടുക്കുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കമ്പനീൻ്റെ ട്രൂ അല്ല, അതുപോലെ ഫെയർ അല്ല എന്നാണെങ്കിൽ കൊടുക്കുന്ന ഓഡിറ്റർ കൊടുക്കുന്ന റിപ്പോർട്ടാണ് ക്വാളിഫൈഡ് റിപ്പോർട്ട് ഓർ നെഗറ്റീവ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ റിപ്പോർട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ റിപ്പോർട്ടാണെങ്കിൽ നെഗറ്റീവ് റിപ്പോർട്ട് എല്ലാം കഴിഞ്ഞാൽ ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്നാണ് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മളിനി വരുന്ന ക്ലാസ് പഠിക്കും. അതാണെങ്കിൽ ആ ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഓക്കെ. ഇനി അടുത്തത് 6ാമത്തത് ഡ്യൂട്ടി ടു അസിസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ. ഈ ഇൻവെസ്റ്റിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ സെൻട്രൽ ഗവൺമെൻറ് ഇല്ലേ, അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇൻവെസ്റ്റിഗേറ്റർ എല്ലാം ചില സമയത്ത് അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ടാകും. ഓക്കെ. ഇപ്പോൾ കമ്പനീൻ്റെ വർക്കൊക്കെ നോക്കേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റും കാര്യങ്ങളും ചില സാഹചര്യം കൂടി ഇൻവെസ്റ്റിഗേറ്ററിനെ വെക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെ വെക്കുവാണെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം? ഈ ഇൻവെസ്റ്റിഗേറ്ററെ അസിസ്റ്റ് ചെയ്തിരിക്കണം. അതാണ് ഡ്യൂട്ടി ടു അസിസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടി ഓഫ് ദ ഓഡിറ്റർ ടു അസിസ്റ്റ് ദ ഇൻവെസ്റ്റിഗേറ്റർ ടു ഇൻവെസ്റ്റ് ദ അഫയേഴ്സ് ഓഫ് ദ കമ്പനി. ഓക്കെ. ഇനിയുള്ള ഡ്യൂട്ടീസ് പറയുന്നത് ടു പ്രൊവൈഡ് ആൻഡ് പ്രിസർവ് ദ നെസസറി ഡോക്യുമെൻറ്റ്സ്. എന്ത് ചെയ്യണം? ഇയാളെ കസ്റ്റഡിയിൽ ചില സമയത്ത് പലതരത്തിലുള്ള കമ്പനീൻ്റെ റെക്കോർഡ്സും ഉണ്ടാവും. അതെല്ലാം എന്ത് ചെയ്യണം? ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. പ്രൊവൈഡ് ദ ഡോക്യുമെൻറ്റ്സ് ഓഫ് ദ കമ്പനി. ഓക്കെ. 2ാമത് പറയുന്നത് എല്ലാ തരത്തിലെ അസിസ്റ്റൻസും ഈ ഇൻവെസ്റ്റിഗേറ്റർക്ക് ഓഡിറ്റർ കൊടുത്തിരിക്കണം. ഓഡിറ്ററിൻ്റെ അടുക്കായിരിക്കും ചിലപ്പം കമ്പനീൻ്റെ ക്ലാരിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഈ ഇൻവെസ്റ്റിഗേറ്റർ ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യണം? ഈ ഓഡിറ്റർ റെസ്പോൺസിബിലിറ്റിയാണ് അതെല്ലാം ഇൻവെസ്റ്റിഗേറ്റർ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ടു അസിസ്റ്റ് ദ ഇൻവെസ്റ്റിഗേറ്റർ ബൈ പ്രൊവൈഡിങ് ഓൾ അസിസ്റ്റൻസ്. ഓക്കെ. അപ്പോൾ ഇതാണ് അതിൽ പറയുന്നത്. അപ്പോൾ അത് മാർക്ക് ചെയ്യണേ. ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ളത് 2 പോയിൻ്റാണ്. 1ാമത്തത് എല്ലാ ഡോക്യുമെൻറ്റ്സും കൊടുക്കുക, 2ാമത്തത് അസിസ്റ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് 7ാമത്തെ പോയിന്റ് നോക്കാം. ഡ്യൂട്ടി ടു സർട്ടിഫൈ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്. ഡ്യൂട്ടി ടു സർട്ടിഫൈ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ടാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് ഓഡിറ്റർ നോക്കണം. ഓക്കെ. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഇതിലെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക. 3 കാര്യങ്ങൾ അവിടെ കറക്റ്റായിട്ടുള്ളത് നോക്കണ്ടേ. ഒന്ന് ഷെയർസ് അലോട്ട് ചെയ്തത്, അതുപോലെ തന്നെ ക്യാഷ് റിസീവ് ചെയ്തത്, ഷെയർസ് വിറ്റ സമയത്ത് അതിന് കിട്ടിയ ക്യാഷ് അത് കറക്റ്റാണെന്നുള്ളതും, അതുപോലെ തന്നെ റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് കമ്പനീൻ്റെ അത് കറക്റ്റാണെന്നുള്ളത്. ഈ 3 കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഓക്കെ. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിൻ്റെ അടുത്ത് 3 കാര്യങ്ങൾ കറക്റ്റാണോ എന്ന് നോക്കുക. ഒന്ന് ഷെയർസ് അലോട്ടഡ്, 2ാമത്തെ ക്യാഷ് റിസീവ്ഡ് ഫോർ ഷെയർസ്, 3ാമത്തെ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ്. ഇത്രയാണ് 7ാമത്തെ കാര്യത്തിൽ പറയുന്നത്. ഇനി നമുക്ക് 8ാമത്തെ കാര്യം, ഡ്യൂട്ടി ടു സർട്ടിഫൈ ദ പ്രോസ്പെക്റ്റേഴ്സ്. ഡ്യൂട്ടി ടു സർട്ടിഫൈ പ്രോസ്പെക്റ്റേഴ്സ് പറയുന്നതിന് മുമ്പേ നമുക്ക് എന്താണ് പ്രോസ്പെക്റ്റേഴ്സ് നോക്കാം. പ്രോസ്പെക്റ്റേഴ്സ് അറിയാമല്ലേ നിങ്ങൾക്ക്? ഒരു കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റ് പബ്ലിക്കിന് കൊടുക്കുന്ന സമയത്ത്, ഇൻവെസ്റ്റ്മെൻറ്റ് പബ്ലിക്കിന് ഓഫർ ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നു? ഇത് പ്രോസ്പെക്റ്റേഴ്സിലൂടെയാണ് കണക്ട് ചെയ്യുന്നത്. പ്രോസ്പെക്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു? അവർ പബ്ലിഷ് ചെയ്യും അല്ലേ? അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനീനെയും പബ്ലിക്കിനെയും കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബൈൻഡ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് ആണ് പ്രോസ്പെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഒരു ഓഡിറ്റർ റോൾ ഇവിടെ എന്ത് കൊണ്ടാണ് വരുന്നത് എന്ന് വെച്ചാൽ,
ഒരു ഓഡിറ്റർ ഈ ഒരു പ്രോസ്പെക്റ്റേഴ്സ് കമ്പനി പബ്ലിഷ് ചെയ്യുന്ന ഈ ഒരു പ്രോസ്പെക്റ്റേഴ്സ് സർട്ടിഫൈ ചെയ്യുന്ന സമയത്ത്, ഓഡിറ്റർ സർട്ടിഫൈ ചെയ്യുന്ന സമയത്ത് ആ വാങ്ങുന്ന ഇൻവെസ്റ്റർ വിചാരിക്കും ഈ ഓഡിറ്റർ സർട്ടിഫൈ ചെയ്ത പ്രോസ്പെക്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ അത് ബിലീവബിൾ ആയിട്ടുള്ള, അത് ശരിക്കുമുള്ള ബിലീവബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത്. അപ്പം അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഓഡിറ്ററിൻ്റെ സൈൻ എന്നെല്ലാം പറയുമ്പോൾ അത്രക്ക് എന്താ പറയണ്ടേ, അതോറിറ്റി ആയിട്ടുള്ള ഒരു സൈനാണ്, ഒതൻറ്റിഫിക്കേഷനുള്ള ഒരു സൈനാണ് അത്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്ന ഓഡിറ്റർ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി അതിൻ്റെ വാല്യൂ കൂടും. അപ്പം അതുകൊണ്ട് ഡ്യൂട്ടി ടു സർട്ടിഫൈ പ്രോസ്പെക്റ്റേഴ്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, പിന്നെ ആ പ്രോസ്പെക്റ്റേഴ്സിൻ്റെ അകത്ത് നമ്മൾ പിന്നെ കാണിക്കുന്ന സമയത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസും അതുപോലെ തന്നെ അസറ്റും ലയബിലിറ്റീസും കാര്യങ്ങളൊക്കെ കാണിക്കും. അതൊക്കെ എന്തായിരിക്കണം, കറക്റ്റാണ് എന്നുള്ളത് ഓഡിറ്റർ ശ്രദ്ധിച്ചിരിക്കണം. അതുപോലെ തന്നെ ദ റിപ്പോർട്ട് ഷാൽ ഓൾസോ ഇൻക്ലൂഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് പെയ്ഡ് ബൈ ദ കമ്പനി ഫോർ ഈച്ച് ഓഫ് 5 ഫിനാൻഷ്യൽ ഇയർ പ്രിസീഡിങ് ദ ഇഷ്യൂ ഓഫ് പ്രോസ്പെക്റ്റേഴ്സ്. അതായത് ഈ പ്രോസ്പെക്റ്റേഴ്സ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്, ഓക്കെ, അപ്പോൾ അതിന് മുമ്പേ 5 കൊല്ലം ഉണ്ടാവുമല്ലോ, അതാ പറഞ്ഞത് 5 years എന്ന്. ഓക്കെ, പ്രിസീഡിങ് 5 years, ഈ പ്രോസ്പെക്റ്റേഴ്സ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പേ, അതിന് മുമ്പേ അതിൻ്റെ മുമ്പിലത്തെ 5 കൊല്ലം, അതിൻ്റെ മുമ്പിലത്തെ 5 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി എത്രയാണ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് കൊടുത്തിട്ടുള്ളത് എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കണം റിപ്പോർട്ടിൽ. ഓക്കെ, അപ്പം അതാ പറഞ്ഞത്. 2 കാര്യങ്ങളാണ് പറയണ്ടേ. ഒന്ന്, പ്രോഫിറ്റ് ലോസ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസും കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ 5 കൊല്ലം പ്രോസ്പെക്റ്റസ് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ മുമ്പിലത്തെ 5 ഫിനാൻഷ്യൽ ഇയറിലെ റേറ്റ് ഓഫ് ഡിവിഡൻഡ് എത്രയാണ് കൊടുത്തിട്ടുള്ളതെന്നും സ്പെസിഫൈ ചെയ്തിരിക്കണം റിപ്പോർട്ടിൽ. എന്നിട്ട് ഈ റിപ്പോർട്ടും എന്ത് ചെയ്യുന്നുണ്ടാവും, പ്രോസ്പെക്റ്റസിൻ്റെ കൂടി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞാൽ ആ റിപ്പോർട്ടിൽ അത് കറക്റ്റായിട്ട് ഉണ്ടാവണം എന്നുള്ളത്. ഇനി നമുക്ക് 9ാമത്തെ പോയിന്റിൽ നോക്കാം. Duty to report under voluntary winding up. When the company proposes for voluntary winding up, directors of the company have to make a declaration of solvency. അപ്പോൾ കമ്പനി വോളണ്ടറി വൈൻഡിങ് അപ്പ്, വോളണ്ടറി എന്ന് വെച്ചാൽ എന്താ, അവരുടെ ഇഷ്ടപ്രകാരം എന്ത് ചെയ്യുന്നുണ്ടാവും, വൈൻഡിങ് അപ്പ് പോകുന്നുണ്ടാകും. അപ്പോൾ ആ സമയത്ത് ഈ ഡയറക്ടേഴ്സ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സോൾവൻസി, കമ്പനി ഇങ്ങനെ സോൾവൻസിയിലാണ് എന്ന് പറഞ്ഞ് ഡിക്ലറേഷൻ ഇറക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഡിക്ലറേഷൻ ഓഡിറ്റർ എന്ത് ചെയ്യണം, സർട്ടിഫൈ ചെയ്തിരിക്കണം. ദ ഓഡിറ്റർ ഹാഡ് ടു സർട്ടിഫൈ ദാറ്റ് റിപ്പോർട്ട്. അതവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യണം, ഇയാൾ സർട്ടിഫൈ ചെയ്യുന്നതിൻ്റെ സമയത്ത് കമ്പനീൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഓഡിറ്റർ സോൾവൻസിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഡിക്ലറേഷനും കാര്യങ്ങളും കൊടുക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി പറയാം, ഡ്യൂട്ടി ടു റിപ്പോർട്ട് ആൻഡ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. കമ്പനി വോളണ്ടറി വൈൻഡിങ് അപ്പ് ചെയ്യുന്ന സമയത്ത് അവർ പിന്നെ ഇതെന്ത് ചെയ്യുന്നു, ഓഡിറ്ററുടെ അടുത്ത് പറയുന്നു. ഡയറക്ടേഴ്സ് എന്ത് ചെയ്യുന്നു, ഓഡിറ്ററുടെ അടുത്ത് പറയുന്നു. അപ്പോൾ ഓഡിറ്റർ എന്ത് ചെയ്യണം, പരിശോധിക്കണം കമ്പനീൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും. പ്രോഫിറ്റ് ആൻഡ് ലോസും ബാലൻസ് ഷീറ്റും ആണ് ഓഡിറ്റർ നോക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ട് ഈ ഓഡിറ്റർ എന്ത് ചെയ്യണം, അതിൽ പറഞ്ഞിരിക്കണം കമ്പനിക്ക് സോൾവൻസി, കമ്പനി ഇപ്പം സോൾവൻ്റ് ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, അവർക്ക് ഡിക്ലറേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാം. 10ാമത്തെ ഡ്യൂട്ടി ടു പ്രിസർവ് വർക്കിംഗ് പേപ്പർ. ഇതിൽ പറയുന്നത് ഗവൺമെൻറ് ഇൻസ്പെക്ടർ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ഇൻസ്പെക്ടർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻസ്പെക്ടർക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും, അതായത് ഈ ഓഡിറ്ററിൻ്റെ കൈമിലുള്ള ബുക്സും വർക്കിംഗ് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ആർക്ക് കൊടുക്കുക എന്നുള്ളത്, ഈ ഇൻസ്പെക്ടർക്ക് കൊടുക്കുക എന്നുള്ളത് ഈ ഓഡിറ്റർ ശ്രദ്ധിച്ചിരിക്കണം. അതാ പറഞ്ഞത്, ഡ്യൂട്ടി ടു പ്രിസർവ് വർക്കിംഗ് പേപ്പർ. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എൻ ഓഡിറ്റർ ടു പ്രൊഡ്യൂസ് ഓൾ ബുക്സ് ആൻഡ് പേപ്പേഴ്സ് റിലേറ്റിംഗ് ടു ദ കമ്പനി ടു അസിസ്റ്റ് ദ ഇൻസ്പെക്ടർ അപ്പോയിൻറ്റഡ് ബൈ ദ ഗവൺമെൻറ്. അപ്പം ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്ത ഇൻസ്പെക്ടർ ഉണ്ടാകും. അയാൾ എന്ത് ചെയ്യുക, അസിസ്റ്റ് ചെയ്യുക, അയാൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും എല്ലാ ബുക്സും എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ഓഡിറ്റർ കൊടുത്തിരിക്കണം. ഇതാണ് 10ാമത്തെ പോയിന്റ്. അപ്പം ആദ്യത്തെ നമ്മളെ
സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് ആയിരുന്നു, അതിൽ മൊത്തത്തിൽ 10 ഉള്ളത്. അപ്പോൾ 10 ഡ്യൂട്ടീസ് ഇപ്പം കഴിഞ്ഞു. ഇനി നമുക്ക് ഡ്യൂട്ടീസ് അണ്ടർ ദ കോമൺ ലോ നോക്കാം. ഇതിൽ മൊത്തത്തിൽ 4 ഡ്യൂട്ടീസേ ഉള്ളൂ. അപ്പോൾ ആ 4 ഡ്യൂട്ടീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഡ്യൂട്ടി ടു ബി ഹോണസ്റ്റ് ആൻഡ് എക്സസൈസ് പ്രോപ്പർ കെയർ. ഇതിൽ എളുപ്പകാര്യം എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിറ്റർ എപ്പോഴും സ്ട്രെയിറ്റ് ഫോർവേഡ് മൈൻഡ് ആയിരിക്കണം, ഹോണസ്റ്റ് ആയിരിക്കണം, ടാക്ട്ഫുൾ ആയിരിക്കണം. അതുപോലെ തന്നെ ഹി ഷുഡ് നോട്ട് ബി ആൻ ഇൻഫ്ലുവൻസ്ഡ് ബൈ അതർ പീപ്പിൾ, കെയർഫുൾ ആയിരിക്കണം, കോഷ്യസ് ആയിരിക്കണം അയാളുടെ ഡ്യൂട്ടീനെ കുറിച്ചിട്ട്. ഇത്രയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്നും കൂടി പറയാം. സ്ട്രെയിറ്റ് ഫോർവേഡ് കാര്യങ്ങളൊക്കെ എന്താ പറയുക, സ്ട്രെയിറ്റ് ആയിട്ട് ആരും മുമ്പിൽ അല്ലെങ്കിൽ ആരും ഫേവർ ആകുന്ന രീതിയിൽ ആളായിരിക്കണം. കാര്യങ്ങളൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് പറയാനുള്ള ധൈര്യം അയാൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ. പിന്നെ ഹോണസ്റ്റ് ആയിരിക്കണം, ചെയ്യുന്ന ഡ്യൂട്ടിയെല്ലാം കറക്റ്റായിട്ട് ചെയ്തിരിക്കണം. പിന്നെ ടാക്ട്ഫുൾ ആയിരിക്കണം. എന്താ ഈ ടാക്ട്ഫുൾ എന്ന് വെച്ചാൽ? ടാക്ട്ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്ത്രപരമായിട്ട് ചിന്തിക്കുന്ന രീതിയിൽ ഒരാളായിരിക്കണം. ഒരു പാവമായിട്ട് എന്നിട്ട് കാര്യമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ തന്ത്രപരമായിട്ട് ഫുൾ അങ്ങനെ നോക്കിക്കാണുന്ന ഒരാളായിരിക്കണം. കാരണം ഓഡിറ്റർ എന്ന് പറയുന്നത് അയാൾ ഈ കമ്പനിയിലെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആളല്ലേ. അപ്പോൾ അയാൾക്ക് അതിനുള്ള ക്വാളിറ്റിയും കൂടി വേണം. പിന്നെ മസ്റ്റ് നോട്ട് ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ അതർ പീപ്പിൾ. അതിൻ്റെ അർത്ഥം എന്താ? ഈ ഓഡിറ്റർ ജോലി ചെയ്യുന്നത് നമുക്കറിയാം, ബുക്സും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടാണ്. അവരെല്ലാം ഏതെല്ലോ നാട്ടിലെല്ലാം ഉണ്ടാവുക. പക്ഷെ കമ്പനിയിൽ ഇപ്പോൾ ഉള്ള അടുത്ത എംപ്ലോയീസും ഓഫീസേഴ്സൊക്കെ ഉണ്ടാകും. അവരെന്ത് ചെയ്യുന്നുണ്ടാവും? ഇയാളെ ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടാകും, അവരെ കള്ളത്തരങ്ങളൊന്നും കണ്ടുപിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അയാൾ അതുകൊണ്ട് ഇൻഫ്ലുവൻസ് ആവാൻ വേണ്ടിയിട്ട് പാടില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ. പിന്നെ എന്താ പറഞ്ഞത്? കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം കെയർഫുള്ളായിരിക്കണം, തെറ്റൊന്നും വരുത്തരുത്. പിന്നെ കോഷ്യസ് എന്ന് വെച്ചാൽ എന്താ? ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കണം. ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഒന്നും വിട്ടുപോകാണ്ടെല്ലാം നോക്കുക. അതുപോലെ തന്നെ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. അതാണ് കോഷ്യസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഒന്നാമത് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത് നോക്കാം. ഡ്യൂട്ടി ടു ഒബ്റ്റെയിൻ നോളജ് എബൌട്ട് ദ കമ്പനി. എന്താ പറഞ്ഞിട്ടുള്ളത്? കമ്പനീനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം. ആ കമ്പനിയിൽ നടക്കുന്ന ഓരോ ആക്ടിവിറ്റീസും അഫെയേഴ്സും എന്തൊക്കെയാണെന്ന് അയാൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യണം. അതാണ് ഡ്യൂട്ടി ടു ഒബ്റ്റെയിൻ നോളജ് അബൌട്ട് ദ കമ്പനി. നെക്സ്റ്റ് മൂന്നാമത്തത് ഡ്യൂട്ടി ടു പെർഫോം എഡീഷണൽ വർക്ക്. ഡ്യൂട്ടി ടു പെർഫോം എഡീഷണൽ വർക്കിൽ പറയുന്നത്, ഇപ്പോൾ ഓഡിറ്റർക്ക് ഈ ഓഡിറ്റിംഗ് വർക്കിന് പുറമെ എഡീഷണൽ ആയിട്ട് വർക്ക് ഏതെങ്കിലും കമ്പനിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകം റെസൊല്യൂഷൻ ജനറൽ മീറ്റിങ്ങിൽ വെച്ചിട്ട് പ്രത്യേകം റെസൊല്യൂഷൻ എന്ത് ചെയ്യണം? പാസ്സാക്കണം. അപ്പോൾ ഒന്നെന്താ പറഞ്ഞത്? എഡീഷണൽ വർക്ക് എന്തെങ്കിലും ഈ ഓഡിറ്റർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞത് റെസൊല്യൂഷനാണ്. അത് ജനറൽ മീറ്റിങ്ങിൽ വെച്ചിട്ട് പാസ്സാക്കിയിരിക്കണം. ഓക്കെ. ഇനി പിന്നെ പറഞ്ഞത് രണ്ടാമത്തെ കാര്യം, ഇല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഉണ്ട് അല്ലേ? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അതിലെന്ത് ചെയ്യണം? ഒരു പ്രൊവിഷനായിട്ട് ഈ കാര്യം കൊണ്ടുവന്നിരിക്കണം. ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഓഡിറ്റർക്ക് ഏതെങ്കിലും തരത്തിൽ ഓഡിറ്റിന് പുറമെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഓക്കെ. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ ഏതെങ്കിലും ഒന്നിക്കൽ റെസൊല്യൂഷൻ അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, ഇതിലേതെങ്കിലും ഒന്ന് എന്ത് ചെയ്യണം? ചെയ്തിരിക്കണം. ഇനി ലാസ്റ്റത്തെ നോക്കാം. ഇതിൽ ഡ്യൂട്ടി ടു വെരിഫൈ അസെറ്റ് ഹെൽഡ് ബൈ ദ കമ്പനി. എന്ത് ചെയ്യുക? അസെറ്റ്, കമ്പനീൻ്റെ അസെറ്റും കാര്യങ്ങളും എത്രയാണെന്നുള്ളത് എന്ത് ചെയ്യുക? വെരിഫൈ ചെയ്യുക, കറക്റ്റാണെന്നുള്ളത് നോക്കുക. ഇത്രയാണ് അണ്ടർ ദ കോമൺ ലോ അതിൽ വരുന്നത്. ഇനി നമുക്ക് അടുത്തത് പോവാം, മൂന്നാമത്തേൽ പോവാം. ഡ്യൂട്ടിയിൽ മൂന്നാമത്തെ ഡ്യൂട്ടി ഇത് കംപ്ലീറ്റ് കഴിഞ്ഞു, ഇത് ഫുൾ കഴിഞ്ഞു. ഇനി അടുത്തത് അതർ ഡ്യൂട്ടീസ്. അതിൽ രണ്ടെണ്ണേ ഉള്ളൂ, ഒന്ന് കോൺട്രാക്ച്വലും പിന്നെ ഒന്ന് പ്രൊഫഷണലും. അത് നോക്കാം. പേര് തന്നെ ഉണ്ട് അല്ലേ? ഒന്നാമത്തെ കോൺട്രാക്ച്വൽ നോക്കാം.
കോൺട്രാക്ച്വൽ ഡ്യൂട്ടീസിൽ പറയുന്നത് ഏതിനെക്കുറിച്ചായിരിക്കും? കോൺട്രാക്റ്റിലെ ടേംസ് ആൻഡ് കണ്ടീഷൻ, അതാണ് അവിടെ പേര് തന്നെ കോൺട്രാക്ച്വൽ എന്ന് വരാൻ കാരണം. ഓക്കെ, അപ്പോൾ കോൺട്രാക്റ്റിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇയാളെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരു പെർട്ടിക്കുലർ ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരിക്കും. ഓക്കെ, അപ്പോൾ അത് പ്രകാരമാണ് അയാൾ ഡ്യൂട്ടി ചെയ്യേണ്ടത്. ദ ഓഡിറ്റേഴ്സ് ഡ്യൂട്ടി വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ഹിസ് അപ്പോയിൻമെൻറ്റ് ബിറ്റ്വീൻ ഹിം ആൻഡ് ദ പാർട്ടി ഹു അപ്പോയിൻറ്റഡ്. അപ്പം ഈ ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് കമ്പനിയിൽ എന്താണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞിട്ടുള്ളത് അത് പ്രകാരം തന്നെയായിരിക്കണം ആ ഓഡിറ്റർ ആ കമ്പനിയിലെ ഡ്യൂട്ടീസും കാര്യങ്ങളും പെർഫോം ചെയ്യേണ്ടത്. അടുത്തത് ലാസ്റ്റത്തത് പ്രൊഫഷണൽ ഡ്യൂട്ടീസ്. പ്രൊഫഷണൽ ഡ്യൂട്ടീസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കമ്പനി ഓരോ പ്രൊഫഷനും അതിൻ്റേതായ പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ടാവും പാലിക്കേണ്ടത്. അപ്പം ഇത് ഓഡിറ്ററാണ്, ഇയാൾക്കും പ്രൊഫഷണൽ എത്തിക്സ് പറഞ്ഞിട്ടുണ്ട്. ആരാ പറഞ്ഞിട്ടുള്ളത്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, ICAI. അപ്പോൾ ICAI പ്രൊഫഷണൽ എത്തിക്സ് ഒരു ഓഡിറ്റർ പാലിക്കേണ്ടത് എന്താണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഓഡിറ്റർ ഏതൊരു വർക്കും ഓഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഈ പ്രൊഫഷണൽ എത്തിക്സ് മാനിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അതായത് അയാൾ ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഹോണസ്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മറ്റുള്ള ആൾക്കാർ അയാൾക്ക് പല ആൾക്കാരും അയാൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അങ്ങനത്തെ കാര്യങ്ങളൊന്നും അയാൾ എന്ത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷനും കാര്യങ്ങളൊക്കെ തെറ്റാണെങ്കിൽ അതെന്ത് ചെയ്യണം, അയാളും പറഞ്ഞിരിക്കണം റിപ്പോർട്ടിൽ. ഇതൊക്കെ ഷെയർ ഹോൾഡേഴ്സിനെ അറിയിച്ചിരിക്കണം. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ ട്രൂ ആൻഡ് ഫെയർ ആണെന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ളത് ചെക്ക് ചെയ്തിരിക്കണം. ഇതൊക്കെയാണ് അയാളെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്, പ്രൊഫഷണൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഈ പ്രൊഫഷണൽ എത്തിക്സും കാര്യങ്ങളൊക്കെ അയാൾ പാലിക്കുന്നത് എന്ത് ചെയ്യണം, ICAI പലതരത്തിലുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ICAI പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ഇയാൾ ഉറപ്പുവരുത്തുക. ഓക്കെ, അയാൾ സ്വന്തം തന്നെ ആ തീരുമാനം എടുത്തിരിക്കണം. പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്ന കാര്യം അയാൾ വയലേറ്റ് ചെയ്യില്ല, അത് പ്രകാരം മാത്രമേ അയാൾ ഡ്യൂട്ടി ചെയ്യുള്ളൂ എന്നുള്ളത്. അപ്പം ഇത്രയാണ് നമ്മളെ ലാസ്റ്റത്തെ അതർ ഡ്യൂട്ടീസിൽ വരുന്ന രണ്ട് കാര്യമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ഒന്ന് കോൺട്രാക്ച്വൽ ഡ്യൂട്ടീസും പ്രൊഫഷണലും. ഇതോടുകൂടി നമ്മൾ ഡ്യൂട്ടീസ് ഓഫ് ആൻ ഓഡിറ്റർ തീർന്നു. അപ്പോൾ ഒന്നും കൂടി പറയാം, ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്റർ 3 എന്നുള്ളത് സ്റ്റാറ്റ്യൂട്ടറി, കോമൺ ലോ, അതർ ഡ്യൂട്ടി. ടഫ് ഉണ്ടാവുക സ്റ്റാറ്റ്യൂട്ടറി ആണ്, ബാക്കി രണ്ടും എളുപ്പമാണ്. ടോട്ടൽ 16 ആണ് വരുന്നത്. എല്ലാം പഠിക്കാം, എളുപ്പമാണ്. അഥവാ സെൻറ്റൻസ് നിങ്ങൾക്ക് കടുകട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ സ്റ്റാറ്റ്യൂട്ടറിൽ ചിലത് ഭയങ്കര കടുകട്ടിയായിട്ടുണ്ട്, അതെനിക്കറിയാം. നിങ്ങൾ ഇഷ്ടത്തിനായിട്ട് ആ സെൻറ്റൻസ് എന്ത് ചെയ്യുക, മാറ്റിയിട്ട് എഴുതുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ടെക്സ്റ്റിൽ പഴയതിൽ ഇതിനും കാട്ടി ടഫായിട്ടാണ് കൊടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് ഞാൻ പിന്നെയും എളുപ്പമുള്ളത് തന്നിട്ടുള്ളത്. അപ്പം കുറച്ചും കൂടി ഈസി ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഇനിയും ചുരുക്കുക. പോയിൻറ്റ്സ് എന്തായാലും വിട്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.